Hi friends, welcome to Garam Masala, the magic spices of cooking. ടോഫി പുഡിംഗ്. ഇന്ന് നമുക്ക് 4 ലെയർഡ് ടോഫി പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഹോം മെയ്ഡ് ടോഫിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ടോഫി തയ്യാറാക്കുവാൻ വേണ്ടി ആദ്യം കണ്ടൻസ്ഡ് മിൽക്ക് ടീനിനെ പ്രഷർ കുക്കറിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. 30 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഉപയോഗിക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടോഫിയാണിത്. അടുത്തതായി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 10 ഗ്രാം ജലാറ്റിനെ ഒരു ഗ്ലാസ് ബൗളിലോട്ട് എടുക്കണം. ഇതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കിതിനെ കുതിർത്തിയെടുക്കാം. ഈ ജലാറ്റിൻ കുതിർന്നതിന് ശേഷം നമുക്കിതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ജലാറ്റിൻ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് പാലെടുക്കാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിന്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിനെ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്നും 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഒരു ചെറിയ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മിൽക്ക് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മുടെ ടോഫി പുഡിങ്ങിനെ ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കിയുള്ള പാലിനെ നമുക്കൊരു പുഡിംഗ് ട്രേയിൽ ഒഴിച്ച് 1 മണിക്കൂർ സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇനി നമുക്ക് 1 കപ്പ് ബിസ്ക്കറ്റ് കൈ ഉപയോഗിച്ച് ക്രഷ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ഈ ബിസ്ക്കറ്റും ബട്ടറും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഫസ്റ്റ് ലെയർ പുഡിംഗ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിലായി നമുക്ക് ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കാം. ഇത് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇതിനെ ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റാം. അടുത്തതായി നമുക്ക് തേർഡ് ലെയർ തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ ക്രീമിനെ നമുക്ക് മാറ്റിവെക്കാം. ഇത് നമുക്ക് അടുത്ത ലെയറിലോട്ട് ഉപയോഗിക്കാം. ബാക്കി വന്നിട്ടുള്ള ജലാറ്റിൻ കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിന്റെ മുകളിലായിട്ടാണ് ടോഫി ലെയർ വരുന്നത്. നമുക്കിതിനെ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ തേർഡ് ലെയർ. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അടുത്തതായി നമുക്ക് ഫോർത്ത് ലെയർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് ഹോം മെയ്ഡ് ടോഫിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മുടെ ടോഫി ലെയർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ടോഫി ലെയറിനെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് പുഡിങ്ങിനെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം. ഇതിനെ നമുക്ക് നമ്മുടെ പുഡിങ്ങിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യാം. നട്ട്സ് വെച്ചോ വിപ്പിംഗ് ക്രീം വെച്ചോ എല്ലാം നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ടോഫി പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ 1-2 മണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.